നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തുകയാണ്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ വാർത്തയായി നിറഞ്ഞു നിൽക്കുകയാണ് ഒരു വീഡിയോ. മറ്റാരുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട നടി ശോഭനയുടെ വീഡിയോ ആണ്. മോഹൻലാലും ശോഭനയും വീണ്ടും ഒന്നിക്കുന്നു. ഇത്ര നല്ലൊരു താരജോഡി അക്കാലത്ത് നമുക്കറിയാം. ഇത്രയും നല്ലൊരു താരജോഡി ആരെങ്കിലും ഉണ്ടായിരുന്നോ ഒരു ചോദ്യം ബാക്കിയായിരുന്നു. ആ താരജോഡി വീണ്ടും ഒന്നിക്കുന്നു എന്നാണ് ശോഭന ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. മലയാളത്തിലെ എവർഗ്രീൻ കോംബോ വീണ്ടും ഒന്നിക്കുന്നു. തരുൺമൂർത്തിയുടെ പുതിയ ചിത്രം, തരുൺമൂർത്തി സംവിധാനം ചെയ്ത പുതിയ ചിത്രം രജപുത്ര രഞ്ജിത്താണ് ഈ സിനിമ നിർമ്മിക്കുന്നത്. വലിയ ഒരു പ്രതീക്ഷയോട് കൂടിയാണ് ഈ സിനിമ വരുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ സിനിമയെക്കുറിച്ചാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ച നടക്കുന്നത്. കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും ഒന്നിച്ച് അഭിനയിക്കാൻ പോവുകയാണ്. മോഹൻലാലിന്റെ 360-ാം ചിത്രം കൂടിയാണ്. ഞാൻ മോഹൻലാലുമായി ഒത്ത് അഭിനയിക്കാൻ 56-ാമത്തെ ചിത്രമാണ്. ഞാനും മോഹൻലാലും കൂടി ഒരുമിച്ച് അഭിനയിക്കുന്ന 56-ാമത്തെ ചിത്രം കൂടിയാണ് എന്നാണ് ശോഭന വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത്. ഈ ശോഭനയുടെ വാക്കുകൾ വലിയ രീതിയിൽ വൈറലായിരിക്കുകയാണ്. ഗുഡ് മോർണിംഗ്. ഇറ്റ്സ് എ ഗ്രേറ്റ് ഡേ ടു അനൗൺസ് ദാറ്റ് കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഒരു മലയാള ഫിലിം ചെയ്യാൻ പോവുകയാണ്. ഐ എം സൂപ്പർ എക്സൈറ്റഡ്. ദ ഡയറക്ടർ ഇസ് മിസ്റ്റർ തരുൺ മൂർത്തി and Tarun has also scripted the film along with Mr. Sunil. Producer of the movie is Sri Rajaputran Ranjit, and can you guess who the hero is? Yes, it is Sri Mohanlal. And the Laljira 360th film aanu. So I'd like to wish him all the best. But in Yangada combination, I think it's our 56th film together. So again, super excited, and I just hope that everybody loves the film. Thank you. 20 വർഷങ്ങൾക്ക് ശേഷമാണ് മോഹൻലാലും ശോഭന ജോഡികളായി എത്തുന്നതെന്ന് പ്രത്യേകതയുണ്ട്. 2004 ജോഷി സംവിധാനം ചെയ്ത മാമ്പഴക്കാലത്താണ് ഇരുവരും അവസാനമായി ജോഡികളായി എത്തിയത്. 2009 റിലീസ് ചെയ്ത സാഗർ ഇലേസ് ജാക്കി എന്ന ചിത്രത്തിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. 2009 ഇവർ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഇത്രയും കാലത്തിന് ശേഷം ശോഭന പിന്നെ സിനിമയിലേക്ക് വന്നത് നമുക്കറിയാം. അവസാനമായി സുരേഷ് ഗോപി നായകനായ സിനിമയിലാണ്. 4 വർഷത്തിന് ശേഷം ശോഭന മലയാളത്തിൽ തിരിച്ചെത്തിയത്. അനൂപ് സത്യൻ സംവിധാനം ചെയ്ത വരനെ ആവശ്യമുണ്ട് എന്ന ചിത്രത്തിൽ ശോഭന തിരിച്ചെത്തി അഭിനയിച്ചിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ശോഭനയ്ക്ക് ഒരു ഗ്യാപ്പ് എടുത്ത് നിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ തരുൺമൂർത്തി ഈ ശോഭനയുമായി കാണുകയും ലാലേട്ടറുമായി സംസാരിച്ച് അതിനുശേഷം ശോഭനയുമായി കണ്ട് സംസാരിച്ചപ്പോൾ ശോഭന വലിയ സന്തോഷത്തോടു കൂടിയാണ് ഈ സിനിമയിൽ അഭിനയിക്കാമെന്ന് വാക്ക് കൊടുത്തതെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. താൽക്കാലികമായി ഈ സിനിമയ്ക്ക് പേരിട്ടിരിക്കുന്നത് L360 എന്നാണ്. എന്നുവെച്ചാൽ ലാലേട്ടൻ്റെ 360 ചിത്രം, ആ ഒരു പേര് താൽക്കാലികമായിട്ടിരിക്കുന്നത്. ആ പേര് തന്നെയാണോ ഇതിന് തുടർന്ന് പോകുന്നതെന്ന് നമുക്ക് കൃത്യമായി അറിയില്ല. ഇവർ അഭിനയിച്ചു വെച്ച സിനിമകൾ നമുക്കറിയാം. ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകൾ നിരവധി സിനിമകൾ നമുക്കറിയാം. തുടക്കത്തിൽ അഭയം തേടി, ഉള്ളടക്കം, കുഞ്ഞാറ്റക്കിളികൾ, TP ബാലഗോപാലൻ MA, തേന്മാവിൻ കൊമ്പത്ത്, നാടോടിക്കാറ്റ്, മണിച്ചിത്രത്താഴ്, മാമ്പഴക്കാലം, മിന്നാരം, ഇങ്ങനെ നിരവധി സിനിമകൾ. ഈ സിനിമയിലെല്ലാം വലിയ രീതിയിലുള്ള ഒരു താരജോഡിയായിരുന്നു. ഇവരുടെ കോംബോ ഭയങ്കരമായിട്ട് പ്രേക്ഷകർ ഇരു കൈ നീട്ടി സ്വീകരിച്ചാണ്. മണിച്ചിത്രത്താഴിൽ എന്താ ഒരു അഭിനയം കാഴ്ചവെച്ചിരിക്കുന്ന ശോഭന. അത് മോഹൻലാലും സുരേഷ് ഗോപിയും എല്ലാം ഉൾപ്പെടെയുള്ള സിനിമയാണ്. അതിൽ ശോഭനയുടെ അഭിനയം നമുക്ക് ഇപ്പോഴും മറക്കാൻ കഴിയാത്ത അഭിനയമാണ്. പുരാവസ്തു ഗവേഷണം എന്നും പറഞ്ഞ് ഞാനും കുറച്ചു വർഷം ഉറക്കം അടച്ചതാ. ഇത് അത് തന്നെയാ. ഗംഗയ്ക്കൊരു ചുക്കും അറിയില്ല. ഇത് നാഗവലിയുടെ ചലങ്കയല്ല. അതെ അതെ അതെ. അല്ലെങ്കിലോ? ആണെങ്കിലോ? അല്ലാന്ന്. അതേന്ന് എന്നാര് പറഞ്ഞു? ഞാൻ പറയുന്നു. ഞാൻ ഇതൊക്കെ കുറെ പഠിച്ചിട്ട് തന്നെ. എന്നാ അങ്ങേപ്പുറത്ത് പോയി പഠിച്ചിട്ടാ ഞാൻ പറയുന്നത് ഇത് നാഗവലിയുടെ ചലങ്കയല്ല. ചുമ്മാ കിടന്ന് തർക്കിക്കാതെ. ആരെ തർക്കിച്ച്? ഞാനാണോ? പിന്നെ ഞാനാണോ? ഞാൻ 1000 തവണ വ്യക്തമായി തെളിയിക്കാം, ഇത് നാഗവലിയുടെ ചലങ്കയല്ല. ഗംഗയ്ക്കൊരു കുന്തം അറിയില്ല. എനിക്കോ? 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 വേണ്ട 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 വേണ്ട. നമ്മൾ തമ്മിൽ കിടന്ന് തർക്കിച്ചിട്ട് കാര്യമില്ല. പോയി പണിയോ പോ. എന്തു പറ്റി? ചുമ്മാ കിടന്ന് തർക്കിക്കാന്നേ മനുഷ്യന്റെ ഒരുമാതിരി. ബാക്കിയുള്ളവരൊക്കെ മത്തായി കുട്ടിമാരല്ലേ. തന്റെ ഭാര്യയൊക്കെ സമ്മതിച്ചു. എന്നാലും നീ എന്താണ് ഒരുമാതിരി കൊച്ചു കുട്ടികളെ പോലെ? അതോടൊപ്പം തന്നെയാണ് വെള്ളാനംകുളം നാട്ടിലെ ആ കോൺട്രാക്റ്റിൻ്റെ ഒരു സീൻ ലാലേട്ടൻ വരികയും അതോടൊപ്പം തന്നെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ശോഭനയുടെ കോംബോയും. ഇങ്ങനെ ഇവർ ചെയ്തു വെച്ചിരിക്കുന്ന എല്ലാ സിനിമയിലും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ്. ഇപ്പോൾ മോഹൻലാൽ ഫാൻസ് വലിയ ആവേശമാണ്. ഇവർ വീണ്ടും ഒന്നിക്കുന്നു എന്ന് പറയുമ്പോൾ മോഹൻലാൽ ഫാൻസുകാർ ഭയങ്കര ആവേശത്തിലാണെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഇവരൊന്നിക്കുന്ന സിനിമ സൂപ്പർ ഹിറ്റ് ആകുമെന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുക. കാരണം ഇവർ ചെയ്തു വെച്ച സിനിമകളെല്ലാം അത്തരം ഒരു വിജയമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ സിനിമ ആ വിജയത്തിലേക്ക് പോകുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല. പല സിനിമകളും വിജയിക്കാനുള്ള കാരണവും
ഒരു താരജോഡിയുടെ ഒരു മുൻതൂക്കം ഒരു സിനിമയ്ക്കുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ആ കാലത്ത് ശോഭനയും മോഹൻലാലിനെ വെച്ച് സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ പ്രൊഡ്യൂസർമാർ വരുന്നതും നല്ല സംവിധായകർ ഇവരെ വെച്ച് അഭിനയിപ്പിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തും. പിന്നീട് ആ കാലങ്ങളൊക്കെ മാറി പല ആളുകളുമായി ഒരുമിച്ച് അഭിനയിക്കുന്ന കാലഘട്ടമെന്നും മോഹൻലാൽ കുറേ മോഹൻലാൽ ഏറ്റവും കൂടുതൽ നായികമാരുമായിട്ട് അഭിനയിച്ച ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോയ ഒരു സംഭവമായിരുന്നു. ആ കാലത്ത് മഞ്ഞിൽ വിരുന്ന പൂ എന്ന സിനിമയിൽ വില്ലനായിട്ട് വന്ന മോഹൻലാൽ പിന്നീട് പെട്ടെന്ന് നായക വേഷത്തിലേക്ക് എത്തുകയും പിന്നീടുള്ള യാത്ര മൊത്തം നായകനായിട്ടുള്ള ഒരു യാത്രയുമായിരുന്നു. ആ നായകൻ ഇന്നും മലയാളി പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട് ഇന്നും ഇപ്പോൾ നിൽക്കുന്നുണ്ടെങ്കിൽ അത് മലയാളികൾ നൽകുന്ന ഒരു അംഗീകാരമാണ്, പ്രേക്ഷകർ നൽകുന്ന അംഗീകാരമാണ്, കഴിവുറ്റ ഒരു കലാകാരന് കിട്ടുന്ന അംഗീകാരമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ശോഭനയും മോഹൻലാലും ഒന്നിക്കുന്നു എന്ന വാർത്ത ഇന്ന് മലയാളി പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്നത്.